നമസ്കാരം. മാസ്റ്റർ ജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂഫി ഗുരുവായ റൂമി പറയുകയാണ്, ദ വൂണ്ട് ഈസ് ദ പ്ലേസ് വെയർ ദ ലൈറ്റ് എൻറ്റേഴ്സ് യു. മുറിവുകളിലൂടെയാണ് പ്രകാശം നിങ്ങളിലേക്ക് കടക്കുന്നത്. എന്ത് തന്നെയാണ് മുറിവുകൾ? നമുക്ക് പല തരത്തിലുള്ള മുറിവ് ഏൽക്കാറുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കാലിൽ ചിലപ്പോൾ മുള്ളു കൊള്ളാറുണ്ടല്ലേ. ചിലപ്പം ആളുകൾ വളരെ പറഞ്ഞ് നമ്മളെ കുത്തി മുറിവേൽപ്പിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട് ആളുകൾ. പല കാരണങ്ങൾ പലതായിരിക്കും. അപ്പൊ ഇത്തരം കുറ്റപ്പെടുത്തലുകൾ, മുറിവുകൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കാരണം എന്താണ്? ഇത്തരത്തിലുള്ള മുറിവുകളിലൂടെയാണ് പ്രകാശം നമ്മളിലേക്ക് കടക്കുന്നത്. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ പൊട്ടൻഷ്യൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഒരു എക്സാം വരുമ്പോഴാണ് നമുക്ക് എത്രത്തോളം കാലിബർ ഉണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പെട്ട് നമ്മൾ തളരാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ഭാവി രൂപീകരിക്കുന്നതിനുള്ള അടുപ്പിലെ എനർജിയായി ആ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റുക. അല്ലാണ്ട് ആ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ സ്വയം വെന്ത് വെണ്ണീറായി തീരരുത്. സോ ദ വോണ്ട് ഈസ് ദ പ്ലേസ് വെയർ ദ ലൈറ്റ് എൻറ്റേഴ്സ് യു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇന്ന് പഠിക്കുന്നത് ഫാരിങ്സിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മാസ്റ്റർ ജി എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ഈ ചാനലിലെ വിവരങ്ങൾ കൈമാറുക. നമ്മുടെ വീഡിയോൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിനെ കുറിച്ചുള്ള എല്ലാ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കുകളിൽ നിങ്ങൾ കയറി പോയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും 1 by 1 ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫാരിങ്സിനെ കുറിച്ചാണ്. ഫാരിങ്സ് എന്താണ്? ഒരു മസ്കുലാർ സ്ട്രക്ചറാണ്, ഒരു മസ്കുലാർ ട്യൂബാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിക്ചർ ശരിക്കും ശ്രദ്ധിക്കുക. ഫാരിങ്സ് ഇത് എവിടെയാണ് ഈ ഫാരിങ്സ് ഉള്ളത്? ഈ മസ്കുലാർ ട്യൂബ് is situated behind nose, mouth and larynx. ഈ കളർ കണ്ടില്ലേ? 3 സംഗതികൾ. നേസോഫാരിങ്സ്, മൂക്കിന് പിറകിലുള്ളത് നേസോഫാരിങ്സ് അല്ലെ, നോസ്. വായ്, ഓറൽ ക്യാവിറ്റി, ഓറൽ ക്യാവിറ്റിക്ക് പിറകിലുള്ളത് ഓറോഫാരിങ്സ്. ലാരിങ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ലാരിങ്സിന് പിറകിലുള്ള ഭാഗമാണ് എന്ത്? ലാരഞ്ചോഫാരിങ്സ്. അപ്പോൾ ഫാരിങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇറ്റ്സ് എ വൈഡ് മസ്കുലാർ ട്യൂബ്. വൈഡ് മസ്കുലാർ ട്യൂബാണ്. പിന്നെന്താണ്? മൗത്ത്, നോസ്, ലാരിങ്സ്. ഇതിന് പിറകിലാണ് എന്ത്? ഫാരിങ്സ് ഉള്ളത്. നീളം എത്രയാണ്? 12 to 14 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. 12 to 14 സെന്റിമീറ്റർ, ചില 13 സെന്റിമീറ്റർ എന്ന് കാണുന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. ഓക്കെ, ഫാരിങ്സ് ലെങ്ത് എത്രയാണ്? 12 മുതൽ 14 സെന്റിമീറ്റർ ആണ് നീളം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നോസിന് പിറകിലുണ്ട്, മൗത്തിന് പിറകിലും ലാരിങ്സിന് പിറകിലാണ് ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? നേസൽ ആൻഡ് ഓറൽ ക്യാവിറ്റീസ് ആർ കണക്റ്റഡ് ടു ലാരിങ്സ് ബൈ ഡാഷ്. മൗത്തും അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയും ലാരിങ്സുമായി കണക്ട് ചെയ്യുന്ന ആ പാർട്ടിന്റെ പേരെന്താണ്? ഫാരിങ്സ്. PSC ചോദിച്ചാണ്. നേസൽ ആൻഡ് ഓറൽ ക്യാവിറ്റീസ് ആർ കണക്റ്റഡ് ടു ലാരിങ്സ് ബൈ ഫാരിങ്സ്. ഓക്കെ, അപ്പോൾ ഫാരിങ്സിന് 3 പാർട്ടുണ്ട് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് ആ പാർട്ടുകൾ? ഓറോഫാരിങ്സ്, നേസോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്. സിമ്പിൾ ആണ്. നേസോഫാരിങ്സ്, ഓറോഫാരിങ്സ്, ലാരിഞ്ചോഫാരിങ്സ്. ഒന്നുകൂടെ പിക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നേസോഫാരിങ്സ് ബിഹൈൻഡ് നോസ്, ഓറോഫാരിങ്സ് ബിഹൈൻഡ് ഓറൽ ക്യാവിറ്റി, ലാരിഞ്ചോഫാരിങ്സ് ബിഹൈൻഡ് ലാരിങ്സ്. പാട് നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാണ്. നേസോഫാരിങ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നേസോഫാരിങ്സ് എവിടെയാണ്? ബിഹൈൻഡ് നോസ്. പിന്നെ വൺ സ്ട്രക്ചർ ഈസ് ദെയർ. എന്താണ്? യുസ്റ്റേഷ്യൻ ട്യൂബ്. യുസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവർ ദൈ മുകളിലുള്ള വീഡിയോ ക്ലിക്ക് ബട്ടൺ ഞെക്കിയാൽ അതിലൂടെ പോയി കാണാവുന്നതാണ്. യുസ്റ്റേഷ്യൻ ട്യൂബ് എന്താണ്? ട്യൂബ് വിച്ച് കണക്ട്സ് ദ മിഡിൽ ഇയർ ടു ദ നേസോഫാരിങ്സ്. നേസോഫാരിങ്സിലേക്ക് തുറക്കുന്ന, എവിടെ നിന്നാണ് വരുന്നത്? മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ നിന്നും നേസോഫാരിങ്സിലേക്ക് തുറക്കുന്ന ഒരു ട്യൂബാണ് എന്ത്? യുസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യുസ്റ്റേഷ്യൻ ട്യൂബ്. ഓക്കെ, ഇതെന്തിനാണ്? പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുസ്റ്റേഷ്യൻ ട്യൂബ് ഉള്ളത്. പിന്നെ അപ്പോൾ യുസ്റ്റേഷ്യൻ ട്യൂബിനെ കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ പിക്ചർ നമ്മൾ കണ്ടതാണ്. പിന്നെയുള്ള വേറൊരാളെ കുറിച്ച് പഠിക്കാനുള്ളതാണ് എന്ത്? ടോറസ് ട്യൂബാരിസ്. ടോറസ് ട്യൂബാരിസ് എന്താണ്? ടോറസ് ട്യൂബാരിസ് ഇതൊന്നുമില്ല, ഒരു മ്യൂക്കോസൽ എലിവേഷൻ ആണ്. പൊങ്ങി നിൽക്കുന്ന മ്യൂക്കോസയുടെ ഒരു
മ്യൂക്കോസിയാണ് ടോറസ് ട്യൂബാരിസ് എന്ന് പറയുന്നത്. അതായത് യുസ്റ്റേഷ്യൻ ട്യൂബ് ഈ നേസോ ഫാരിങ്സിൽ ഓപ്പൺ ചെയ്യുന്നതിന്റെ ചുറ്റുമായിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന മ്യൂക്കോസ, അതാണ് എന്ത് ടോറസ് ട്യൂബാരിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കാം, ടോറസ് ട്യൂബാരിസ് പേര് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ടോറസ് ട്യൂബാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂക്കോസൽ എലിവേഷൻ ആണ്. എവിടെയാണ് അതുള്ളത്? അറൌണ്ട് ദ ഓപ്പണിംഗ് ഓഫ് യുസ്റ്റേഷ്യൻ ട്യൂബ്. യുസ്റ്റേഷ്യൻ ട്യൂബിന്റെ നമ്മൾ പറഞ്ഞു, യുസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് മിഡിൽ ഇയറിൽ നിന്നും നേസോ ഫാരിങ്സിലേക്ക് വരുന്ന ട്യൂബാണ്. അതിന് ചുറ്റുമായിട്ട് ഒരു മ്യൂക്കോസൽ എലിവേഷൻ ഉണ്ട്, അതിനെയാണ് എന്ത് പറയുക, ടോറസ് ട്യൂബാരിയസ്. മ്യൂക്കോസൽ എലിവേഷൻ ഇൻ ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് നേസോ ഫാരിങ്സ് അറൌണ്ട് ദ ഓപ്പണിംഗ് ഓഫ് യുസ്റ്റേഷ്യൻ ട്യൂബ്. എഴുതി കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്, പക്ഷെ എന്താണ്, സിമ്പിൾ ആണ്. യുസ്റ്റേഷ്യൻ ട്യൂബിന്റെ ചുറ്റുമായിട്ട് കാണുന്ന എലിവേഷൻ, മ്യൂക്കോസൽ എലിവേഷൻ, അതിനെയാണ് ടോറസ് ട്യൂബാരിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫോസ ഇവിടെ ഉണ്ട്, ഒരു കുഴി. എന്താണ് ഫോസ? ഫോസ ഓഫ് റോസൻമുള്ളർ. റോസൻമുള്ളർ എന്ന് പറഞ്ഞാൽ ഈ ടോറസ് ട്യൂബാരിസ് എന്ന് പറഞ്ഞ മ്യൂക്കോസ് എലിവേഷന് പിൻഭാഗത്തായിട്ട് ഒരു വിടവുണ്ട്, ഒരു ഫോസയുണ്ട്, സ്ലിറ്റ് എന്നൊക്കെ പറയും. അതാണ് പറയാ ഫാരഞ്ചൽ റിസസ് അല്ലെങ്കിൽ ഫോസ ഓഫ് റോസൻമുള്ളർ. ഫോസ ഓഫ് റോസൻമുള്ളർ എന്ന് പറഞ്ഞാൽ ഫാരഞ്ചൽ റിസസ് ബിഹൈൻഡ് ടോറസ് ട്യൂബാരിസ്. രണ്ട് സംഭവങ്ങളെ ഉള്ളു പഠിക്കാൻ. ടോറസ് ട്യൂബാരിസ് എന്നാണ് യുസ്റ്റേഷ്യൻ ട്യൂബിന് ഓപ്പണിങ്ങിന് ചുറ്റുമുള്ള മ്യൂക്കോസ് എലിവേഷൻ ആണ് ടോറസ് ട്യൂബാരിസ്. അതിന് പിറകിലായി കാണുന്ന ഒരു റിസസ് അല്ലെങ്കിൽ വിടവാണ് എന്ത്, ഫാരഞ്ചൽ റിസസ് അല്ലെങ്കിൽ ഫോസ് ഓഫ് റോസൻമുള്ളർ. പിക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതേതാണ്, ഇതാണ് എന്ത്, നമ്മുടെ നേസോ ഫാരിങ്സ്. ഇവിടെ യുസ്റ്റേഷ്യൻ ട്യൂബ് വരുന്ന ഒരു ഭാഗമുണ്ട്, അതിന് ചുറ്റുമായി കാണുന്ന പൊങ്ങി നിൽക്കുന്ന മ്യൂക്കോസ് ഈ ആരോ മാർക്ക് കാണുന്നില്ല, ഇതാണ് ടോറസ് ട്യൂബാരിയസ് എന്ന് പറയുന്നത്, പൊങ്ങി നിൽക്കുന്ന ഭാഗം. ഇതിന്റെ പിറകിലായിട്ടുള്ള ഒരു വിടവ് ആണെന്ത്, ഫാരഞ്ചൽ റിസസ് അല്ലെങ്കിൽ ഫോസ് ഓഫ് റോസൻമുള്ളർ. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഈ മീൻമുള്ളൊക്കെ, ചെറിയ മീൻമുള്ളൊക്കെ സാധാരണ ഒന്ന് കുടുങ്ങിയിട്ട് പിന്നെ ആക്കി കഴിയുമ്പം തിരിച്ചു വരും അല്ലേ, അത് കുടുങ്ങുന്ന ആ സ്ഥലമാണ് എന്താ, ഈ ഫാരഞ്ചൽ റിസസ് അല്ലെങ്കിൽ ഫോസ് ഓഫ് റോസൻമുള്ളർ എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒരു ക്യാൻസർ കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ത്, ഫോസ് ഓഫ് റോസൻമുള്ളർ എന്ന് പറയുന്നത്. അതായത് നേസോ ഫാരഞ്ചൽ കാർസിനോമ ഏറ്റവും ആദ്യം കാണുന്ന അല്ലെങ്കിൽ കോമൺ സൈറ്റ് ആണ് എന്ത്, ഫോസ് ഓഫ് റോസൻമുള്ളർ അല്ലെങ്കിൽ ഈ ഫാരഞ്ചൽ റിസസ്. ഇവിടെയാണ് ആ ക്യാൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോസ് ഓഫ് റോസൻമുള്ളർ എന്ന് ഓർക്കുക. ടോറസ് ട്യൂബാരിസ് ജസ്റ്റ് ഓർത്തിരിക്കുക, യുസ്റ്റേഷ്യൻ ട്യൂബ് ഓപ്പൺ ചെയ്യുന്ന ആ ഓപ്പണിങ്ങിന് ചുറ്റും പൊങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്, മ്യൂക്കോസൽ ഫോൾഡ് ആണ് വേണം പറയാം, മ്യൂക്കോസൽ എലിവേഷൻ ആണ് എന്ത്, ടോറസ് ട്യൂബാരിസ്. അതിന് പിറകിലുള്ള കാണുന്ന ഈ എന്താണ്, കുഴീനെയാണ് പറയുന്നത് ഫാരഞ്ചൽ റിസസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യുസ്റ്റേഷ്യൻ ട്യൂബിന്റെ ആ പിക്ചർ ഓർമ്മയുണ്ടോ? ഇതാണ് മിഡിൽ ഇയറിൽ നിന്നും നേസോ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ട്യൂബാണ് എന്ത്, യുസ്റ്റേഷ്യൻ ട്യൂബ്. അത് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുസ്റ്റേഷ്യൻ ട്യൂബ് ഉള്ളത്. കൺട്രോൾ പ്രഷർ ഇൻ ദ മിഡിൽ ഇയർ, ഓർത്ത് വെക്കുക, മറക്കരുത്. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് നേസോ ഫാരിങ്സിലെ ടോൺസിലുകൾ. ഫാരിങ്സിൽ കുറച്ച് ടോൺസിൽസ് ഉണ്ട്, അതിൽ നേസോ ഫാരിങ്സിൽ കുറച്ച് ടോൺസിൽസ് ഉണ്ട്. ഏതാണ് ആ ടോൺസിൽ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആദ്യം നേസോ ഫാരഞ്ചൽ ടോൺസിൽസ്. സോ നേസോ ഫാരിങ്സിൽ കാണുന്ന ടോൺസിലുകളാണ് നേസോ ഫാരഞ്ചൽ ടോൺസിൽസ്, അല്ലെങ്കിൽ ഫാരഞ്ചൽ ടോൺസിൽസ് എന്നും പറയും. സോ നേസോ ഫാരഞ്ചൽ ടോൺസിൽസ് ഇത് എവിടെ കാണുന്നത്? നേസോ ഫാരിങ്സിലാണ്. എവിടെയാണ് കാണുന്നത്? seen at the junction of roof and posterior wall of nasopharynx. നേസോഫാരിങ്സിന്റെ റൂഫ്, മേൽക്കൂരയിൽ, പിന്നെ പോസ്റ്റീരിയർ വാൾ ചേരുന്നിടത്ത് അവിടെ കാണുന്ന ടോൺസിൽ. ടോൺസിൽ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂസ് ആണ്. ലിംഫോയിഡ് ടിഷ്യൂസ് എന്നെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സെല്ലുകൾ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന, ക്ലസ്റ്ററായി നിൽക്കുന്ന, അതാണ് എന്ത്, ടോൺസിൽ എന്ന് പറയുന്നത്. ലിംഫാറ്റിക് സെല്ലുകളാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ നേസോഫാരിഞ്ചൽ ടോൺസിൽസ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? റൂഫ് ഓഫ് നേസോഫാരിങ്സ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഓഫ് റൂഫ് ആൻഡ് പോസ്റ്റീരിയർ വാൾ ഓഫ് ദ നേസോഫാരിങ്സ്. പോസ്റ്റീരിയർ വാൾ ചേരുന്നിടത്ത് എവിടെ? റൂഫ് ഓഫ് നേസോഫാരിങ്സിൽ കാണുന്ന ടോൺസിലുകളാണ് നേസോഫാരിഞ്ചൽ ടോൺസിൽസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അല്ലെ, വേറൊരു പേരെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. ഇത് എൻലാർജ് ചെയ്ത് സൊളനായി കഴിയുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അഡിനോയിഡ്സ് അല്ലെ. ഇത് അഡിനോയിഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്താണ് അഡിനോയിഡ്? ഇതിന് മറ്റൊരു പേരാണ് നേസോ ഫാരിഞ്ചൽ ടോൺസിൽ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണുന്നത്? നേസോ ഫാരിങ്സിലാണ് കാണുന്നത്.
നേസോ ഫാരിങ്സിലാണ് കാണുന്നത്. ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 8 വർഷത്തിന് ആവുന്നവരെയാണ് ഈ അഡിനോയിഡ്സ്, കുട്ടികളിലാണ് ഏറ്റവും അഡിനോയിഡ് വരുന്നത് അല്ലേ. നല്ലോണം ബുദ്ധിമുട്ടാകുമ്പോൾ അഡിനോയിഡ് സർജറി ഒക്കെ ചെയ്യും തോന്നുന്നു, അല്ലെങ്കിൽ തന്നെ ചുരുങ്ങിപ്പോയിക്കോളും. അപ്പോൾ അഡിനോയിഡ് സീൻ അപ് ടു 8 years ഓഫ് ലൈഫ്. ഇതാ ഇവിടെ നോക്കിയതാ ഫാരിഞ്ചൽ ടോൺസിൽസ്, ഏറോ മാർക്ക് കാണുന്നില്ല, ഇതാ ഇവിടെയാണ് ഫാരിഞ്ചൽ ടോൺസിൽസ് കാണുന്നത്. ഓക്കെ, സോ നേസോഫാരിഞ്ചൽ ടോൺസിൽസ് എവിടെയാണ് കാണുന്നത്? സീൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് റൂഫ് ആൻഡ് പോസ്റ്റീരിയർ വാൾ ഓഫ് നേസോഫാരിങ്സ്. അപ്പോൾ ഇത് PSCയിൽ ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ നേസോഫാരിഞ്ചൽ ടോൺസിൽസ് കാണുന്ന സ്ഥലം എവിടെയാണ്? നേസോഫാരിങ്സിന്റെ റൂഫിലാണ് കാണുന്നത്, അല്ലെങ്കിൽ അത് പോസ്റ്റീരിയർ വാൾ ചേരുന്നിടത്ത്. നിങ്ങൾ ഓർക്കുക, നേസോഫാരിങ്സിന്റെ റൂഫിൽ കാണുന്ന ടോൺസിലാണ് നേസോഫാരിഞ്ചൽ ടോൺസിൽസ്. ഇതിന് വേറൊരു പേരാണ് അഡിനോയിഡ്സ്. അപ്പോൾ അഡിനോയിഡ്സ് ആർ സീൻ എന്ന് പറഞ്ഞെങ്കിലും അതും ഇവിടെ തന്നെയാണ് അല്ലെ. നേസോഫാരിഞ്ചൽ ടോൺസിൽസ് സ്വളൻ അല്ലെങ്കിൽ വീർത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പത്തോളജിക്കലി എൻലാർജ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമ്മൾ അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പത്തോളജിക്കലി എൻലാർജ്ഡ് നേസോഫാരിഞ്ചൽ ടോൺസിൽസ് ആണ് അഡിനോയിഡ്സ്. ഇത്തരം ടോൺസിലുകൾ എവിടെയാണ് കാണുന്നത്? നേസോഫാരിങ്സിന്റെ റൂഫിലാണ് കാണുന്നത്. 8 വയസ്സ് വരെ നമുക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് നേസോഫാരിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓറോഫാരിങ്സിനെ കുറിച്ചാണ്. എന്താണ്? ബിഹൈൻഡ് ഓറൽ കാവിറ്റി ആണ് ഓറോഫാരിങ്സ്. പിന്നെ ഇവിടെ ഒരു ടോൺസിൽ ഉണ്ട്. എന്താണത്? പാലറ്റൈൻ ടോൺസിൽസ് അല്ലെങ്കിൽ ഫോഷ്യൽ ടോൺസിൽസ്. ഫോഷ്യൽ ടോൺസിൽസ് അല്ലെങ്കിൽ പാലറ്റൈൻ ടോൺസിൽ കാണുന്നത് എന്താണ്? ഓറോഫാരിങ്സിന്റെ ലാറ്ററൽ വാളിലാണ് എന്ത്? ഫോഷ്യൽ ടോൺസിൽസ് അല്ലെങ്കിൽ പാലറ്റൈൻ ടോൺസിൽസ് കാണുന്നത്. PSCയിൽ ചോദിച്ച ചോദ്യമാണ്. പാലറ്റൈൻ ടോൺസിൽസ് ആർ സീൻ അറ്റ് എവിടെയാണ്? ലാറ്ററൽ വാൾസ് ഓഫ് ഓറോഫാരിങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാലറ്റൈൻ ടോൺസിൽസ് അല്ലെങ്കിൽ ഫോഷ്യൽ ടോൺസിൽസ് ആർ സീൻ അറ്റ് ദ ലാറ്ററൽ വാൾസ് ഓഫ് ദ ഓറോഫാരിങ്സ്. ഇത് സാധാരണ നമ്മൾ ടോൺസിൽ എന്ന് പറയുന്ന സംഭവം ആണ്, പാലറ്റൈൻ ടോൺസിലാണ്. ഓറൽ കാവിറ്റിയിൽ കാണുന്ന ടോൺസിൽസ് ആണ് നമ്മുടെ ടോൺസിൽസ്, പാലറ്റൈൻ ടോൺസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട് പാലറ്റൈൻ ടോൺസിൽസ്, കണ്ടില്ലേ? ഇതാണ് ഓറൽ കാവിറ്റി, ഇതിന്റെ പിറകിൽ ഓറോഫാരിങ്സ്. ഇതാ ഇവിടെ കാണുന്നതാണ് പാലറ്റൈൻ ടോൺസിൽസ്. ഫാരിഞ്ചൽ ടോൺസിൽസ് കാണുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് പാലറ്റൈൻ ടോൺസിൽസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ലാരിഞ്ചോ ഫാരിങ്സ്. ലാരിങ്സിന് പിറകിലുള്ളതാണ്, ബിഹൈൻഡ് ലാരിങ്സ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഫാരിങ്സ് ബേസ് ഓഫ് ദ സ്കൾ മുതൽ 6th cervical vertebra വരെയാണ് ഫാരിങ്സിന്റെ നീളം അല്ലെങ്കിൽ ലൊക്കേഷൻ. ബേസ് ഓഫ് ദ സ്കൾ ടു 6th cervical vertebra. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 3rd to 6th cervical vertebra ആണ്. 3 മുതൽ 6 വരെ ആണ് നമ്മുടെ ലാരിഞ്ചോ ഫാരിങ്സിന്റെ ലൊക്കേഷൻ ആയിട്ട് പ്രത്യേകിച്ച് പറയുന്നത്. ഇവിടെ ഒരു ഫോസ ഉണ്ട്. എന്താണ്? ഒരു കുഴി, ഡിപ്രഷൻ ഉണ്ട്, പൈറിഫോം ഫോസ. പൈറിഫോം ഫോസ എന്താണ്? ലാറ്ററൽ വാൾ ഓഫ് ദ ലാരിഞ്ചോ ഫാരിങ്സ് ഉള്ള ഡിപ്രഷനെയാണ്, കുഴീനെയാണ് പറയുന്നത് എന്താണ്? പൈറിഫോം ഫോസ. ഇവിടെയാണ് എന്ത്? ഫുഡൊക്കെ നമ്മൾ ഫോറിൻ ബോഡിയൊക്കെ ഒബ്സ്ട്രക്റ്റ് ആയി പെട്ടെന്ന് സീരിയസ് കണ്ടീഷനിലോട്ട് പോകുന്ന ആ ഫോസയാണ്. ഇവിടെയാണ് എന്ത്? പൈറിഫോം ഫോസ എന്ന് പറയുന്നത്. ഫോറിൻ ബോഡി ഇവിടെ കുടുങ്ങിക്കിടന്ന് അറസ്റ്റ് അടിക്കുന്നത് ഈ പൈറിഫോം ഫോസയിലാണ്. ഇത് എവിടെയാണ് ഉണ്ടാവുക? ലാരിഞ്ചോ ഫാരിങ്സിലാണ്. ലാരിഞ്ചോ ഫാരിങ്സിന്റെ ലാറ്ററൽ വാളിലാണ് പൈറിഫോം ഫോസ കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് പിക്ചർ ഇതാണ് പൈറിഫോം സൈനസ്. ഈ വിടവിലാണ് ഫോറിൻ ബോഡി അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ ഇത് പെട്ടെന്ന് അറസ്റ്റ് അടിക്കുന്ന തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓറോ, നേസോ, ലാരിഞ്ചോ ഫാരിങ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി വേറെ ഒരു നമ്മൾ പഠിച്ചു തന്നെയാണ്, ഒന്ന് പെർട്ടിക്കുലറായിട്ട് പഠിക്കാനുള്ളതാണ് എന്ത്? ടോൺസിലുകളെ കുറിച്ച്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഫാരഞ്ചൽ ടോൺസിൽസ് പഠിച്ചു. എവിടെയാണ് കാണുന്നത്? നമ്മൾ ഫാരഞ്ചൽ ടോൺസിൽസ്, അഡിനോയിഡ്സ് പഠിച്ചതാണ് അല്ലെ, പിക്ചറിലുണ്ട്. പാലറ്റൈൻ ടോൺസിൽസും പഠിച്ചു. വായ തുറന്ന് കാണുമ്പോൾ ഓറൽ ക്യാവിറ്റിയുടെ അപ്പുറത്ത് 2 വശങ്ങളിലായിട്ടാണ് പാലറ്റൈൻ ടോൺസിൽസ് കാണുന്നത്, നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ ഈ ഫോസ് ഓഫ് റോസൻ മുള്ളർ അത് പഠിച്ചില്ലേ? അതിനകത്ത് കുറച്ച് സെല്ലുകളുണ്ട്, അതിനെ ട്യൂബൽ ടോൺസിൽസ് എന്ന് പറയും. പിന്നെ ടങ്ങിന്റെ ഏറ്റവും പോസ്റ്റീരിയർ ഭാഗത്ത് കുറച്ച് ലിംഫാറ്റിക് സെല്ലുകളുണ്ട്, അതിനെ പറയുന്നതാണ് ലിംഗ്വൽ ടോൺസിൽസ്. അപ്പോൾ ഈ എല്ലാ 4 തരത്തിലുള്ള ടോൺസിലുകളും എന്താണ്? ഒരു റിങ് പോലെ ലൊക്കേറ്റ് ആയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ? എന്താണ്?
പ്രൊട്ടക്ഷൻ, ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഏതെങ്കിലും രോഗാണുക്കൾ വരുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്ത് ബാക്ടീരിയ, വൈറസ് പറ്റുന്നതിനൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയുക. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടിച്ചേർന്ന് എന്ത് പറയും? വാൾഡേഴ്സ് റിംഗ് എന്ന് പറയും. സോ വാൾഡേഴ്സ് റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിംഗ് കൺസിസ്റ്റ് ഓഫ് ദീസ് ടോൺസിൽസ്. എന്താണത്? മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഇൻ എപ്പിത്തീലിയൽ സബ് എപ്പിത്തീലിയൽ ലെയർ ഓഫ് ഫാരിങ്സ് അഗ്രിഗേറ്റഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് എയ്റോ ഡൈജസ്റ്റീവ് ട്രാക്ട്. അല്ലേ, പറഞ്ഞത് കേൾക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, കാര്യം ഇതാണ്. എന്താണ്? വായ്ക്ക് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ലിംഫോയിഡ് ടിഷ്യൂസിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുക? വാൾഡേഴ്സ് റിംഗ്. മാൾട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയണം എന്താണ്? മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, മ്യൂക്കോസയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ലിംഫോയിഡ് ടിഷ്യൂസിന്റെ ഒരു റിങ്ങിനെയാണ് എന്ത് പറയുക? വാൾഡേഴ്സ് റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, പിക്ചർ ഉണ്ടല്ലേ? അപ്പോൾ 4 ടൈപ്പ് ഓഫ് ടോൺസിൽസ് ആണുള്ളത്. ലിംഗ്വൽ ടോൺസിൽസ് നാവിൻ്റെ പുറകുവശത്ത്, പാലറ്റൈൻ ടോൺസിൽസ് നമ്മൾ പറഞ്ഞു ഓറോ ഫാരിങ്സിൻ്റെ അടുത്ത് ലാറ്ററൽ വാളിൽ, പിന്നെ ട്യൂബൽ ടോൺസിൽസ് നമ്മൾ ഫോഴ്സ് ഓഫ് റോസൻ മുഡറിലാണെന്ന് പഠിച്ചു. ഫാരിഞ്ചൽ ടോൺസിൽസ് എവിടെയാണ്? അഡിനോയിഡ്സ് അല്ലെ, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മുകളിലായിട്ട് അല്ലെ, ബിഹൈൻഡ് നേസോ ഫാരിങ്സ്, നേസൽ ഫാരിങ്സിന്റെ പിറകിലാണ്, അല്ലെങ്കിൽ റൂഫ് ഓഫ് നേസോ ഫാരിങ്സിലാണ് ഫാരഞ്ചൽ ടോൺസിൽസ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ ഓർക്കണം. ഫാരഞ്ചൽ ടോൺസിൽ എവിടെയാണ്? നേസോ ഫാരിങ്സിലാണ്. പാലറ്റൈൻ ടോൺസിൽ ഓറോ ഫാരിങ്സിലാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ എന്തിൻ്റെ ലാരിങ്സിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പാസേജ് വേ ഫോർ എയർ ആൻഡ് ഫുഡ്. ഫുഡും എയറും ഒരുമിച്ച് കോമൺ ആയിട്ട് പോകുന്ന ഒരു പാസേജ് ആണ് എന്ത്? ലാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെന്ത് ചെയ്യും? അത് വായുവിനെ ചൂടാക്കും, ഹ്യൂമിഡിഫൈ ചെയ്യും. പിന്നെന്താണ്? ടേസ്റ്റ്, ഹിയറിങ്, ഇതിനൊക്കെ സഹായിക്കുന്ന ഭാഗമാണ് ലാരിങ്സ്. നമുക്കറിയാം ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. പിന്നെ പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞു, വാൾഡേഴ്സ് റിംഗ് ഉണ്ട്, ഇമ്മ്യൂണിറ്റികൾ കൊടുക്കുന്ന സെല്ലുകളാണ്. പിന്നെ സ്പീച്ച്, റെസണൻസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഈ ലാരിങ്സ് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാരിങ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ലാരിങ്സിന് എത്രയാണ് പാർട്ടുകളുള്ളത്? 3 പാർട്ടുകളുണ്ട്. നേസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ലാരിഞ്ചോ ഫാരിങ്സ്. നമ്മുടെ ചിത്രം കണ്ടാൽ അറിയാം, മൂക്കിന് പിറകിലെ നേസോ ഫാരിങ്സ്, ഓറൽ ക്യാവിറ്റിക്ക് പിറകിലെ ഓറോ ഫാരിങ്സ്, ലാരിങ്സിന് പിറകിലെ ലാരിഞ്ചോ ഫാരിങ്സ്. ഓക്കെ, പിന്നെ നേസോ ഫാരിങ്സ് നോസിന് പിറകിലാണ്. യുസ്റ്റേഷ്യൻ ട്യൂബ് എവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിന് ചുറ്റും മ്യൂക്കോസുള്ള എലിവേഷൻ ഉണ്ട്, അതിനെ ടോറസ് ട്യൂബാരിയസ് എന്ന് പറയുന്നു. ഈ ടോറസ് ട്യൂബാരിയസിന്റെ പിറകിലായിട്ട് ഒരു ഫോസ, ഒരു കുഴിയുണ്ട്, അതിൽ ഫാരഞ്ചൽ റിസസ് അല്ലെങ്കിൽ ഫോസ് ഓഫ് റോസൻ മുളർ എന്ന് പറയുന്നു അതിനെ, ആ ഡിപ്രഷന്. പിന്നെ നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ടോൺസിൽസ്, നേസോ ഫാരിഞ്ചൽ ടോൺസിൽസ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ ടോൺസിൽസ് പറയുന്നത് എവിടെയാണത്? റൂഫ് ഓഫ് നേസോ ഫാരിങ്സിലാണത് ഉള്ളത്. പിന്നെ അത് വലുതായി കഴിയുമ്പോൾ പെത്തോളജിക്കലി അല്ലെങ്കിൽ അതിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ, രോഗാണുക്കളായി ഫൈറ്റ് ചെയ്യുമ്പോൾ അത് എൻലാർജ് ചെയ്യും. അങ്ങനെ പെത്തോളജിക്കലി എൻലാർജ് നേസോ ഫാരിഞ്ചൽ ടോൺസിൽസിനെയാണ് അഡിനോയിഡ്സ് എന്ന് പറയുക. 8 വയസ്സ് വരെയാണത്. കുട്ടികളിലാണ് പ്രധാനമായിട്ടും അഡിനോയിഡിന്റെ പ്രോബ്ലംസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അത് പറഞ്ഞു. പിന്നെ എന്താണ്? ഓറോ ഫാരിങ്സ് എവിടെയാണ്? ഓറൽ ക്യാവിറ്റിയുടെ പിറകിലാണ്. അവിടെയുള്ള ടോൺസിലാണ് പാലറ്റൈൻ ടോൺസിൽ. അതിന്റെ വേറൊരു പേരാണ് ഫോഷ്യൽ ടോൺസിൽസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്ററൽ വാൾ ഓഫ് ദ ഓറോ ഫാരിങ്സിലാണ് ഇത് കാണുന്നത്. PSൽ ചോദിച്ച ചോദ്യമാണ്. പിന്നെ ലാരിഞ്ചോ ഫാരിങ്സ് ബിഹൈൻഡ് ലാരിങ്സ് ആണ്. ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന പൈറിഫോം ഫോസ എന്ന് പറയുന്ന ഫോസ ഇരിക്കുന്നതും ഇവിടെയാണ്. വാൾഡേഴ്സ് റിംഗ് എന്താണ്? മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ് ആണ്. എന്താണ്? അതൊരു റിംഗ് പോലെ നമ്മുടെ എയ്റോ ഡൈജസ്റ്റീവ് ട്രാക്ട്, 2 ട്രാക്റ്റിനും കോമൺ ആയിട്ടുള്ളതാണ്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ കാത്തിരിക്കുന്ന വൈറസിനെയും ബാക്ടീരിയയൊക്കെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ലിംഫോയിഡ് ടിഷ്യൂസിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുക? വാൾഡേഴ്സ് റിംഗ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി നൽകുക, പ്രതിരോധ ശക്തി നൽകുക എന്നുള്ളതാണ് നമ്മുടെ വാൾഡേഴ്സ് റിംഗിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ലാരിങ്സിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നു. കോമൺ ആയിട്ട് എയറും ഫുഡും അകത്തേക്ക് പോകാനുള്ള വേ ആണ്. വാം ചെയ്യും, ഹ്യൂമിഡിഫൈ ചെയ്യും എയറിനെ. ടേസ്റ്റ്, ഹിയറിംഗ് ഫംഗ്ഷൻ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, സ്പീച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 പോയിന്റുകളുണ്ട്. കൃത്യമായി ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇതായിട്ട് കാണും, നമ്മൾ അടുത്ത ഭാഗമായിട്ട് കാണും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.